എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സിവിൽ സർവീസ് അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സിവിൽ സർവീസ് എക്സാമിനേഷൻ അതായത് പ്രിലിമിനറി എക്സാമിനേഷനുള്ള അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ ഫെബ്രുവരി 11-ാം തീയതി വരെയാണ് ഈ ഒരു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ റിസർവേഷൻസ്, അതുപോലെ തന്നെ കാസ്റ്റ്, അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ റിസർവേഷൻ കാര്യങ്ങൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഏത് തരത്തിലുള്ള റിസർവേഷനും തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്ത് നൽകണം. നേരത്തെ ഇത് പ്രിലിമിനറി എക്സാം പാസ്സായതിന് ശേഷം മാത്രമാണ് മറ്റ് റിസർവേഷൻ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് തന്നെ, അതായത് പ്രിലിമിനറി അപേക്ഷയിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഈ ഒരു അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ്, അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇതുപോലെ വിവിധ സർവീസുകളിലേക്കുള്ള പ്രവേശനം, അതായത് വിവിധ മേഖലകളിലേക്കുള്ള ജോലികൾ ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ വഴിയാണ് ലഭിക്കുക. അപ്പോൾ UPSC ആണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് UPSC.gov.in എന്ന വെബ്സൈറ്റിലെ വാട്സ് ന്യൂ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിവിൽ സർവീസിൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് വാട്സ് ന്യൂവിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള പേജിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു സാധാരണ ജനറൽ കാറ്റഗറിക്ക് ഏകദേശം, അതായത് 6 പ്രാവശ്യത്തോളമാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുക. 6 പ്രാവശ്യമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ 6 പ്രാവശ്യത്തോളമാണ് എഴുതാൻ പറ്റുക. OBC ആണെങ്കിൽ 9 പ്രാവശ്യം എഴുതാം. അതുപോലെ തന്നെ SC ST ഒക്കെ ആണെങ്കിൽ അവർക്ക് ഏകദേശം 35 വയസ്സ് വരെയാണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിബന്ധന ഇല്ല തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു തവണ, അതായത് ഈ ഒരു പ്രിലിമിനറി പരീക്ഷയിൽ, അതായത് നിങ്ങൾക്ക് വിവിധ പേപ്പർ ഉണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഈ ഒരു പരീക്ഷ അറ്റംപ്റ്റ് ചെയ്തു, അതായത് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പരീക്ഷ നിങ്ങൾ ഒരു തവണ ഈ ഒരു പരീക്ഷ അഭിമുഖീകരിച്ചു എന്ന് കണക്കാക്കും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 6 പ്രാവശ്യമാണ് ഈ ഒരു എക്സാം എഴുതാനുള്ള, പ്രിലിമിനറി എക്സാം എഴുതാനുള്ള അവസരം ഉള്ളത് എങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു തവണ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചു, എന്നാൽ നിങ്ങൾ പിന്നീട് ഈ ഒരു പരീക്ഷ എഴുതേണ്ട, ഇതിനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് എഴുതാമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അവസരം അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നിങ്ങൾ പോയിട്ട് എഴുതി, അതായത് പ്രിലിമിനറിയുടെ ഒരു പരീക്ഷ നിങ്ങൾ പോയിട്ട് എഴുതി, എന്നാൽ അതിനുശേഷം നിങ്ങൾ വിചാരിക്കുന്നു ഇനി അടുത്ത വർഷം വീണ്ടും പ്രിപ്പയർ ചെയ്ത് എഴുതാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു അവസരം പോയി. കാരണം നിങ്ങൾ വീണ്ടും, അതായത് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രിലിമിനറി എക്സാം നിങ്ങളുടെ അവസരം ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്ന് കണക്കാക്കും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു 6 പ്രാവശ്യമുള്ള അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് പിന്നീട് 5 തവണ മാത്രമാണ് പിന്നീടുള്ള ഈ ഒരു പരീക്ഷ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിലും അതുപോലെ തന്നെ നോട്ടീസിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ഇൻസ്ട്രക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപേക്ഷയ്ക്ക് മുമ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫെബ്രുവരി 11-ാം തീയതി വരെയാണ്, അതായത് ഈ ഒരു ജനുവരി 22 മുതൽ ഫെബ്രുവരി 11-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് UPSC.online.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് UPSC.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാം. വൺ ടൈം രജിസ്ട്രേഷൻ്റെയും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ, അതുപോലെ അതല്ലെങ്കിൽ ഇവ രണ്ടുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 2 എക്സാമിനേഷൻ വൺ ടൈം രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആ ഒരു 2 വിഭാഗങ്ങളിലേക്കും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഫോട്ടോ ID കാർഡ് ഉണ്ടായിരിക്കണം, ഒന്നുകിൽ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് ഏതെങ്കിലും സ്റ്റേറ്റ് നൽകുന്ന ഏതെങ്കിലും ഒരു
സർട്ടിഫിക്കറ്റ് അല്ല ID കാർഡ്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അതായത് ഇതിൽ ഏതെങ്കിലും നൽകുന്ന ഒരു ID കാർഡ് ഉണ്ടായിരിക്കണം. അത് അതിൽ നിങ്ങളുടെ ഫോട്ടോയും ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും, അതായത് ആ ഒരു ID കാർഡ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എടുക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആധാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കാരണം 10 വർഷം കഴിഞ്ഞ ഈ ഒരു ആധാർ കാർഡിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആധാർ കാർഡൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കണം ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഫെബ്രുവരി 11-ാം തീയതി വരെയാണുള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ ആ ഒരു ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു 10 വർഷ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചില ആളുകൾ ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ ഈ ഒരു ആധാറിലെ വാലിഡിറ്റി ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 10 വർഷം കാലാവധി കഴിഞ്ഞതാണ് എങ്കിൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. അതിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ കാർഡിൽ പുതിയ ഈ ഒരു ആധാറിൻ്റെ അപ്ഡേറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പഴയതിൽ അതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെൽഫ് സർവീസ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോട്ടീസിലും കാര്യങ്ങളും, നോട്ടീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു നോട്ടീസ് എന്ന് പറഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുണ്ടാകുന്ന കാരണങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഫോട്ടോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതായത് ആ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി, അതായത് ഫോട്ടോ ക്ലിയർ അല്ലാതിരിക്കുക, അതായത് ഫോട്ടോ വൃത്തിക്ക് കാണാൻ പറ്റുന്ന രീതിയിലല്ല ഒരു ബ്ലറായ രീതിയിലൊക്കെയുള്ള ഫോട്ടോ ആണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളൊരു പേപ്പറിൽ സൈൻ ചെയ്ത് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയോ സിഗ്നേച്ചറോ മാറിപ്പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ ഒരു ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും റിജക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് മറ്റൊരു ആപ്ലിക്കേഷൻ ID-ക്ക് കൊടുക്കുകയാണ് എങ്കിൽ, അതായത് അതിൻ്റെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും. അതായത് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റൊരാളുടെ ആപ്ലിക്കേഷന് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങളുടെ ആദ്യം നൽകിയ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടും. ഈ ഒരു രീതിയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായി കൊടുത്തിട്ടുള്ളത് ആപ്ലിക്കേഷൻ ബീങ് റിജക്റ്റഡ് ഗ്രൗണ്ട് നോൺ സബ്മിഷൻ ഓഫ് പേയ്മെൻറ്റ് പ്രൂഫ് സ്പെസിഫിക്, അതായത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റിൻ്റെ പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിച്ച് ആർ ദ ഇൻറ്റിമേഷൻ ടു ദ ആപ്ലിക്കൻറ്റ് ത്രൂ ഇമെയിൽസ് ആസ് വെൽ ആസ് പബ്ലിഷ്ഡ് ഇൻ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്മീഷൻ വിത്തിൻ 2 weeks ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മീഷനെ ആ ഒരു കാര്യം അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വിവിധ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതായത് വിവിധ നിർദ്ദേശങ്ങളുടെ ഏകദേശം 31ഓളം പേജ് ഉണ്ട്. ഈ ഒരു നിർദ്ദേശങ്ങളിൽ വിവിധ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഫോമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഫോമും അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. ഇതിൽ കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോംസിൻ്റെ ആ ഒരു ഫോമാറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ ഈ ഒരു എക്സാമിനേഷൻ എഴുതാം, അതായത് മലയാളത്തിലും ഈ ഒരു എക്സാം എഴുതാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നോട്ടീസ് നോക്കാം, എന്താണ് നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതായത് 157 പേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഇത് ഫുള്ളായിട്ട് നോക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇതൊന്ന് കാണിച്ചു തരാം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷനുള്ള അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രായപരിധിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ പ്രിലിമിനറിക്ക് പേപ്പർ 1 പേപ്പർ 2 രീതിയിലൊക്കെ എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എത്ര പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിലിമിനറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മെയിൻ എക്സാം ഉണ്ട്. മെയിനിൽ സ്പെഷ്യൽ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അതിൽ ഏതൊക്കെ ടോപ്പിക്സാണ് വരുന്നത്, അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷന് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഈ ഒരു പ്രിലിമിനറി എക്സാം ആണ്, രണ്ടാമത്തേത് മെയിനാണ്, മൂന്നാമത്തേത് ഈ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു എക്സാം നിങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പ്രിലിമിനറിയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് മെയിനിലെ ആ ഒരു അതുപോലെ ഇൻ്റർവ്യൂ ഘട്ടങ്ങളിലോ നിങ്ങൾക്കത് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല എന്നല്ല, നിങ്ങൾക്ക് പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് മെയിനിലേക്ക് പോകുള്ളൂ. അതുപോലെ തന്നെ
പ്രിലിമിനറിയിൽ കിട്ടുന്ന മാർക്കുകൾ നിങ്ങൾക്ക് പിന്നീട് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കില്ല. പ്രിലിമിനറി എന്ന് പറയുന്നത് കൂടുതൽ അപേക്ഷകരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അപേക്ഷകരിൽ നിന്നും കൂടുതൽ ഈ ഒരു മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യരായിട്ടുള്ളവരെ സെലക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ഈ ഒരു പ്രിലിമിനറി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പ്രിലിമിനറിയിലും അതുപോലെ തന്നെ മെയിൻ എക്സാമിനും അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും ഇതിൽ നിങ്ങൾക്ക് സിവിൽ സർവീസിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് വരിക. അതുപോലെ തന്നെ OMR എക്സാം ആയിരിക്കും. OMR എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബബിളിങ് ചെയ്യുന്ന ആ ഒരു ആൻസർ ഷീറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ്, അതായത് PSC പരീക്ഷയൊക്കെ പോലെ ആയിരിക്കും ഈ ഒരു എക്സാം ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു വിൻഡോ, അതായത് ആപ്ലിക്കേഷൻ നൽകാനുള്ള വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് ഓഫ് ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷന്, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ, ഡാഷ്ബോർഡ് എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഇതിൽ പറഞ്ഞ ഡീറ്റെയിൽസിൽ, അതായത് മുകളിലുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ, OTR ID ഇതിൽ ഏതെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു അപ്ലൈ എന്നൊക്കെ പറഞ്ഞുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് നോക്കുക. അപേക്ഷയ്ക്ക് മുമ്പ് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഈ ഒരു OTR ID എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തവണ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും നിങ്ങൾക്ക് അതിനൊരു ID കിട്ടും. അതുപോലെ ഇതിൽ സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു OTR ID എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു തവണ മാത്രം നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ പേര്, നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേര്, അതുപോലെ അഡ്രസ്സ്, അതുപോലെ ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിങ്ങനെ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് എല്ലാം ഡീറ്റെയിൽസും കൃത്യമായിട്ടല്ലേ നൽകിയത് എന്നുള്ളത് കൂടി പ്രത്യേകം ഉറപ്പുവരുത്തുക. സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അവർ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ചില സമയത്ത് അക്ഷയ വഴി ആയിരുന്നാലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ രക്ഷിതാവിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏത് വിധത്തിലുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളോ ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമാണ് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളും ഒക്കെ ചെയ്യാം. എന്നിരുന്നാലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബ്ലറല്ലാതെ, അതായത് ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇമേജസും കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉള്ളതാണ് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് ഇത്തവണ ഈ ഒരു വെബ്സൈറ്റ് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് പുതിയൊരു ഡിസൈനിലാണുള്ളത്. കഴിഞ്ഞ വർഷം ഈ ഒരു ഡിസൈൻ കുറച്ച് മാറ്റമുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നവർ ഈ ഒരു ഫെബ്രുവരി 11-ാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിച്ച് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങളുടെ റിസർവേഷനും കാര്യങ്ങളൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നൽകുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ അത് സെൻട്രൽ പർപ്പസ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രം ചെയ്യുക. കാരണം ഇത് കേന്ദ്രത്തിലേക്കുള്ള ആ ഒരു എക്സാമാണ്. അപ്പോൾ കേന്ദ്ര സർവീസിലേക്കുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ സെൻട്രൽ പർപ്പസ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കൃത്യമായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുക. നൽകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട്, അതായത് ഓരോ സബ്മിറ്റ് ചെയ്യും മുമ്പ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ